അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ MK റാമിനെ ഇന്നലെയാണ് റീ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്കൊക്കെ ഒടുവിലാണ് വീണ്ടും റാമിനെ അറസ്റ്റ് ചെയ്തതൊക്കെ. അതുമായി ബന്ധപ്പെട്ട കേസ് ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കേസിലെ പ്രതി ഡോക്ടർ MK റാമിനെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചുള്ള നിതിൻ രാജിന്റെ മാതാപിതാക്കളുടെ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അർച്ചന തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അർച്ചന, കഴിഞ്ഞ ദിവസങ്ങളടക്കം പോലീസിനെതിരെയൊക്കെ രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് റീ അറസ്റ്റിന് ഉത്തരവിട്ടത്. ശേഷം റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത്. ഈ മാതാപിതാക്കൾ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണ് റാം നേരത്തെ ഈ അറസ്റ്റിൽ നിന്നൊക്കെ വഴുതി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും മാതാപിതാക്കളുടെ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? മരണവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് പോലീസിനെതിരെ കോടതി ഉന്നയിച്ചത്. ഈ മുഖ്യപ്രതിയായ റാമിന് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാനിടയാക്കിയത് പോലീസിന്റെ വീഴ്ചയാണ്. പോലീസ് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാതെയാണ് അറസ്റ്റ് ചെയ്തത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുകൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാനിടയായത് എന്ന രീതിയിലാണ് കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിച്ചത്. രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടത്. ഭരണകൂടത്തിന്റെ പരാജയമാണ് എന്നാണ് കോടതി ആ ഘട്ടത്തിൽ എടുത്തു പറഞ്ഞത്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നാണ് ഈ പരിഗണിക്കവേ വാക്കാൽ കോടതി നിരീക്ഷിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇന്ന് എന്തായാലും ഇതെല്ലാം കൃത്യമായ വിശദീകരണം, മറുപടി എന്തായാലും കോടതിയിൽ നൽകേണ്ടതുണ്ട്. SP-യും DYSP-യും ഒക്കെ നേരിട്ട് തന്നെ ഹാജരായി ഇതിൽ മറുപടി നൽകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇതിൽ മറുപടി നൽകണം, വിശദീകരണം നൽകണം. ഇതുകൂടാതെ തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചു എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനം തന്നെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത്. പോലീസ് സാമാന്യം പാലിക്കേണ്ട മര്യാദകൾ പോലും ലംഘിച്ചു, അതിൽ വലിയ വീഴ്ച വരുത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ 2 മണിക്കൂറെങ്കിലും എന്താണ് അറസ്റ്റ് ചെയ്യേണ്ട കാരണം എന്നത് പ്രതിയെ ബോധ്യപ്പെടുത്തണം എന്നെല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് കോടതി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിലൊക്കെ ഇന്ന് കൃത്യമായ വിശദീകരണം അന്വേഷണ ഉദ്യോഗസ്ഥർ, ഉന്നതരായ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകണം. അതുകൊണ്ട് തന്നെയാണ് DYSP-യോടും ഒപ്പം ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ നേരിട്ട് ഹാജരാകാൻ പറയുകയും ചെയ്തത്. ഇതിലെല്ലാം തന്നെ എന്തുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല, അത് പാലിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന സത്യവാങ്മൂലവും നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂട്ടറോടും നേരിട്ട് ഹാജരായി ഇതിൽ മറുപടി നൽകണം എന്താണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഈ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഈ റാമിൻ്റെയും മറ്റു ഒരു അധ്യാപികയുടെയും മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യ ചെയ്തത് എന്താണ് ആരോപണം. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ അറസ്റ്റിൻ്റെ കാരണങ്ങളൊന്നും കാണിക്കാതെ കോടതിയിലെത്തിയതോടുകൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ളൊരു വിമർശനം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെടുകയും ചെയ്തത്. എന്തായാലും ഇന്ന് അതിലെന്തായിരിക്കും നിലപാട്, ഈ സത്യവാങ്മൂലവും ഒപ്പം മറുപടിയും ഒക്കെ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഒരു കൃത്യമായ നിരീക്ഷണം നടത്തുക. അതിലെന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ കോടതി പറയാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും അതൊക്കെ ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. എന്തായാലും ഇന്ന് ഏറെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ആഭ്യന്തരമന്ത്രിയടക്കം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ന്യായീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ഇന്ന് എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കോടതി എടുക്കുന്ന നിലപാട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഇന്ന് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അക്ഷയ്. അർച്ചന, പോലീസിന് മാത്രമല്ല സർക്കാരിനെയും അതിരൂക്ഷമായി കോടതി വിമർശിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ പിടിപ്പുകേടും ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ കോടതി കാണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ സർക്കാരിനും വലിയ നാണക്കേടാണ്. കേസ് ഇന്ന് വീണ്ടും കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ സമാനമായിട്ടുള്ള ഒരു നിരീക്ഷണം, വീണ്ടും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്കും ഇന്ന് സാധ്യതയുണ്ട് അല്ലേ സർക്കാരിനെതിരെയും? അക്ഷയ്, തീർച്ചയായും സർക്കാരിൻ്റെ പൂർണ്ണ പരാജയം, ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പരാജയം എന്നാണ് കോടതി ഇതുമായി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ പൂർണ്ണമായും ആഭ്യന്തരമന്ത്രിയുടെയും ഒപ്പം ആഭ്യന്തര വകുപ്പിൻ്റെയും കേരള സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണെന്ന് കോടതി ആവർത്തിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 15 വർഷത്തിനിടെ ഇത്തരം ഒരു കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. കാരണം ഏതൊരു വ്യക്തിയെയും ഏതൊരു പ്രതിയെയും അറസ്റ്റ് ചെയ്യുമ്പോൾ 2 മണിക്കൂർ മുൻപെങ്കിലും, അതായത് കോടതിയിൽ ഹാജരാക്കുന്നതിന് 2 മുൻപെങ്കിലും എന്തുകൊണ്ട് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം നടപടിക്രമങ്ങളൊന്നും പോലീസ് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ സർക്കാരും അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഒത്തുകളിച്ച് പ്രതിയെ സംരക്ഷിക്കുകയായിരുന്നു. അവിടെ നിന്ന് പണം വരെ വാങ്ങി എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
വലിയ രൂക്ഷമായ വിമർശനം തന്നെയാണ് സർക്കാരിനെതിരെ ഈ ഘട്ടത്തിൽ കോടതി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു വീഴ്ച, ഒരു സംവിധാനത്തിൻ്റെ മൊത്തം വീഴ്ചയായിട്ട് തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം ഇതിനെ വിമർശിക്കുകയും ചെയ്തത്. എന്തായാലും ആ കേസിൽ നിന്ന് വീണ്ടും എടുക്കുമ്പോൾ സർക്കാരിനും ഒപ്പം പോലീസിനും ഒക്കെ വലിയ രീതിയിൽ നിർണായകമാണ്. എന്തായാലും ഇതെന്തായിരിക്കും കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുക എന്നാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അക്ഷയ്.